ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് വരാൻ തയ്യാറുള്ള സ്വതന്ത്രന്മാരുൾപ്പെടെയുള്ളവരുമായൊക്കെ ചേർന്ന് ചില സ്ഥലങ്ങളിൽ ടൈ വന്നിട്ടുള്ള പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ ഉണ്ട്. അവിടെ അങ്ങനെയുള്ളവരുമായി ചേർന്ന് ഭരണത്തിലേക്ക് വരിക എന്നതിൻ്റെ അപ്പുറം BJP ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളും ഫാസിസ്റ്റ് ശക്തികൾക്ക് തുല്യമായ നിലയിൽ പ്രചാരവേല നടത്തുന്ന ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ചേർന്ന ലീഗും അതുപോലെ കോൺഗ്രസും ഒക്കെ ആയിട്ട് ഒരു മുന്നണിയുടെയും പ്രശ്നം പാർട്ടി ആലോചിക്കുന്നേ ഇല്ല. ആരുമായിട്ടില്ല. അവരും BJP ചേർന്നിട്ടല്ലേ തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ഭരണ സംവിധാനത്തെ തന്നെ തകർത്തത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ രാഷ്ട്രീയ മര്യാദ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. SIR ബന്ധപ്പെട്ട് ഇന്നും അതിൻ്റെ അവലോകന യോഗം ചേർന്നു. ഇപ്പോഴേതാണ്ട് 30 ലക്ഷത്തോളം വോട്ടർമാരുടെ പേര് തള്ളപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും അവസാനത്തെ യോഗത്തിലെ റിപ്പോർട്ട്. ഈ 20-ാം തീയതിയോടുകൂടി അതിൻ്റെ ഫൈനലൈസ് ചെയ്ത് 21-ന് വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. അത് വലിയ രീതിയിലുള്ള വോട്ടർമാരുടെ കുറവ് കേരളത്തിലുണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം. ഈ സർക്കാർ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ട് എന്തുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായെന്ന് പരിശോധിക്കുന്നതാണ് മാഷ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് തോറ്റത്? അതെ, അതല്ലേ പരിശോധിക്കുന്നു പറഞ്ഞു. ഇല്ലില്ല, ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല, എല്ലാവരും പറയില്ല. അല്ലല്ല, പരിശോധിക്കും. കൊല്ലം ജില്ലയിലുണ്ടായിട്ടുള്ള കോർപ്പറേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ജയിച്ചിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷൻ നമ്മൾ തോറ്റു, നല്ലപോലെ തോറ്റു. എന്നാൽ അവിടെ ജില്ലാ പഞ്ചായത്ത് ജയിച്ചു, മുനിസിപ്പാലിറ്റികൾ ജയിച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് ജയിച്ചു, ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം ജയിച്ചു. അപ്പോൾ കൊല്ലം കോർപ്പറേഷനിലുണ്ടായിട്ടുള്ള പരാജയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഗൗരവപൂർണമായ പരിശോധന തന്നെ, മറ്റെല്ലാ പരിശോധനയെ പോലെ തന്നെ അവിടെയും ഗൗരവപൂർണമായ പരിശോധന നടത്തും. ഈ ശബരിമല സ്വർണ്ണപ്പാള കേസ് പ്രധാനമായിട്ടുള്ള അജണ്ടയായിട്ട് മുന്നോട്ട് വെച്ചാണ് BJP കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനെ ചെറുക്കുന്നതിന് പാർട്ടി പരാജയപ്പെട്ടു. അതിൽ ഞങ്ങൾ ചെറുക്കേണ്ട കാര്യമില്ല. കാരണം ജനങ്ങൾക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവര് BJP ഉൾപ്പെടെ ജയിച്ചത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമോ അല്ലെങ്കിൽ അവർ ഉയർത്തിയ വിശ്വാസ മുദ്രാവാക്യം കൊണ്ടല്ല. എങ്കിലും അവർ ഇതിലും എത്രയോ കൂടുതൽ ജയിക്കേണ്ടിയാണ് BJP ആണ് കള്ളപ്രചാരം നടത്തി. ഞാൻ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്ത് അവരത് പിൻവലിക്കേണ്ടെന്നതില വന്നത്. എന്ന് പറഞ്ഞാൽ മതപരമായ രീതിയിൽ പ്രചരണം നടത്തിയത് ഭരണഘടനാപരമായി തെറ്റാണ്. ആ തെറ്റാണെന്ന് ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തി ആ രീതിയിൽ പിന്നീട് അവർ അത് പറയുമ്പോഴേക്ക് ഈ കള്ളപ്രചാര വേലൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ കള്ളപ്രചാര വേല നടത്തിയിട്ട് അതിന്റെ ഭാഗമായിട്ട് റിസൾട്ട് BJPക്ക് ഉണ്ടായില്ല. എവിടെ ഒരു സ്ഥലത്തും ഉണ്ടായില്ല. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഉണ്ടായത് ഞാൻ ഈ പറഞ്ഞതാണ്. 41 ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനുകളിൽ BJPക്ക് ജയിക്കാൻ ഇടയായത് അവിടെയുള്ള കോൺഗ്രസിന്റെ വോട്ടിൽ വലിയ ചോർച്ച സംഭവിക്കുന്ന നിലയിലുള്ള അവരുടെ പരോക്ഷമോ പ്രത്യക്ഷമോ ആയ ഐക്യനിര കൊണ്ടാണ്. അവിടെ ഞാൻ പറഞ്ഞു 1000-ൽ കുറവായ വോട്ടേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ അവിടെ. അതുകൊണ്ട് അതവിടെയുണ്ട്. ജില്ലാ സെക്രട്ടറി ഒന്നുമില്ല. ജില്ലാ സെക്രട്ടറി ആരാ പറഞ്ഞു? അങ്ങനെ എന്തെല്ലാവരും ഉണ്ടാവും. എല്ലാം മുന്നങ്കാണ് തെറ്റായ കള്ളപ്രചാരം നടത്തുക. ജില്ലാ കമ്മിറ്റിയാണ്. അതെ അതെ അതെ. ഒരു മാറ്റമില്ല. എന്തിനു മാറ്റം? ഞങ്ങൾ പറഞ്ഞതല്ല അന്ന് പറഞ്ഞതിന് ഇന്നും ഞങ്ങൾ അങ്ങനെ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. നോക്കട്ടെ, അന്വേഷണം പൂർത്തിയാവാതെ നടപടി എടുക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഇപ്പം ഉടനെ നടപടി എടുക്കണം താങ്കൾക്ക് വാദിക്കുന്നത്. ഞാനത് അന്നേ പറഞ്ഞു, ഇന്നും പറഞ്ഞു. ശബരിമല പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ആരാണോ ഉത്തരവാദി അവർക്കെതിരായിട്ടുള്ള ശരിയായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഗവൺമെന്റ് എന്ന രീതിയിലും ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്.
ഇനിയും നമ്മൾ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കും. ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യില്ല. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനും CPM-നും ഇടതുമുന്നണിക്കും തിരിച്ചടിയായിട്ടുണ്ടോ ഇല്ലയോ? അല്ല, അതിപ്പം പൂർണ്ണമായിട്ട് പരിശോധിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, CPI-യുടെ സംസാരിച്ചായിട്ട് പറഞ്ഞു. CPI പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല ഞാനല്ലേ പറയേണ്ടത്. എന്നെ സംബന്ധിച്ച് CPM-നെ പറ്റി പറയുമ്പോൾ ഞാനല്ലേ പറയുന്നത് അതിന്റെ വ്യക്തമായിട്ട്. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കണം. പരിശോധിച്ച് നോക്കിയിട്ട് ആവശ്യമായ നിലപാടാണ് അതിൽ സ്വീകരിക്കേണ്ടത്. ഇപ്പോഴും ശബരിമലയുടെ ഭാഗമായിട്ടുള്ള നേട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ BJPക്ക് ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരല്ലോ. BJP യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിച്ച പുറത്തെന്താണുള്ളത്? വളരെ ദയനീയമായ രീതിയിലല്ലേ ഉണ്ടായത്. അവർക്ക് ഉണ്ടായിരുന്നത് തന്നെ പോവല്ലേ ഇത്. അവരെ സ്വാധീനം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവല്ലേ തൃശ്ശൂർ ഒരു പാർലമെന്റ് സീറ്റ് മുഴുവൻ ജയിച്ചു എന്ന് പറയുന്ന ആ പാർലമെന്റ് മെമ്പറും അതിനുശേഷം നടത്തിയിട്ടുള്ള കലുങ്ക് സംവാദവും ഉൾപ്പെടെ മുഴുവൻ നടത്തിയിട്ടും അവിടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചോ? ഒരു പഞ്ചായത്ത് പോലും പൂർണ്ണമായിട്ട് ജയിച്ചില്ലല്ലോ അവര്. നിങ്ങൾ മനോരമയാ? അപ്പൊ അതിനകത്ത് തന്നെ വന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എതിരില്ലാതെ സ്ഥാനാർത്ഥികൾ ജയിച്ച സ്ഥലങ്ങളും തിരഞ്ഞെടുപ്പ് നടക്കാത്ത വാർഡുകളും ഒഴിവാക്കി. അതെ, അല്ല, ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ പോരല്ലോ. അന്നേരം നിങ്ങൾ 2116 പറയുന്നുണ്ടല്ലോ. 2116 പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആന്തൂരാണ്. ആന്തൂരിൽ ഇപ്പോഴും 29 ഇടത് പഞ്ചായത്ത് മുന്നണി എന്ന് പറഞ്ഞാൽ CPM-ന്റെയും തന്നെയാണ്. അങ്ങനെയുള്ള ആ 5 എണ്ണാണ്. പിന്നെ മലപ്പട്ടത്ത് മിക്കവാറും 100% നമ്മൾ ജയിക്കുന്നതാണ്. ഒന്നാണ് ഇപ്രാവശ്യം പോയത്. അപ്പോൾ അവിടെയും ഈ 3 എണ്ണം ജയിച്ചത് ആ രീതിയിലാണ്. അപ്പോൾ 8 വാർഡോ അല്ലെങ്കിൽ ഡിവിഷൻ ഉൾപ്പെടെ അവിടെ ഉണ്ടായിട്ട് അതിനെ നിങ്ങൾ പരിഗണിക്കുന്നില്ലല്ലോ. പൊതുവായിട്ടൊരു വർധനം പറഞ്ഞാൽ പോരല്ലോ. നിങ്ങൾ കണക്ക് കൊടുക്കുമ്പോൾ പറഞ്ഞ് അതിന്റെ ബ്രാക്കറ്റ് ഇതുണ്ടെന്നാലും ഇവിടെ 8 എണ്ണം ബാക്കി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ പറഞ്ഞില്ലല്ലോ പറയുമ്പോൾ. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ അതിന്റെ ഉദ്ദേശം. ജില്ലാ പഞ്ചായത്തുകൾ കണക്ക് തയ്യാറാവും. അതിപ്പോ ജില്ലാ കമ്മിറ്റിയുടെ യോഗം ചേരുമ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ മാസം തന്നെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേർന്ന് ഇവിടുന്ന് ടീമായിട്ട് സഹാക്കൾ പങ്കെടുത്ത് എല്ലാ കമ്മിറ്റികളും ചേർന്നതിന് ശേഷം ഞങ്ങളിവിടെ സംഘടനാപരമായ പരിശോധന നടത്തും. അപ്പോഴേക്ക് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു റിവ്യൂ ഞങ്ങൾ തയ്യാറാക്കും. ബാധിച്ചിരുന്നുവെങ്കിൽ ഉറപ്പല്ലേ? അങ്ങനെ ഞാൻ പറയുന്നില്ല, അത് ഞാൻ നോക്കാന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പറയുന്ന പ്രഥമ ദൃഷ്ടിയാ തന്നെ നോക്കുമ്പോൾ ഇതുപോലുള്ള പരാജയം അവർ വാങ്ങിയിട്ടുണ്ട്, ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തൃശ്ശൂര്, കൊടുങ്ങല്ലൂര്, അതുപോലെ രാജരാജേശ്വരി ഉണ്ടല്ലോ നമ്മുടെ തളിപ്പറമ്പ്, പറശ്ശിനിക്കടവ്, ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങൾ. കൊടുങ്ങല്ലൂര്, ആ വിശ്വാസ കേന്ദ്രങ്ങൾ ഒന്നും BJP ജയിച്ചിട്ടില്ലല്ലോ. ഈ വിശ്വാസം പറഞ്ഞു ഗുരുവായൂര് ഒന്നും അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതല്ല ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെയും കൂടി 1000 കുറവായ വോട്ട് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതങ്ങനെ അവർ പരോക്ഷമായും പ്രത്യക്ഷമായിട്ടും ചില വാർഡുകളിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എല്ലാ സ്ഥലത്തും ഒരു ഐക്യമുന്നണി ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ല. ഐക്യമുന്നണി ഉണ്ടാക്കിയില്ലെങ്കിലും ധാരണ ഉണ്ടാക്കിയിട്ടാണ് അവർ പല സ്ഥലത്തും നേടിയത്. അല്ല, അതാ ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ മലപ്പുറം ജില്ലയിൽ 10 ലക്ഷം വോട്ട് ഏതാ? അതെ, ന്യൂനപക്ഷമല്ലേ വളരെ പ്രധാനപ്പെട്ടത്. എത്ര ശതമാനം? ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് അല്ല, ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഞങ്ങൾക്കുണ്ട്, ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഞങ്ങൾക്കുണ്ട്. അതായത് ഏതെങ്കിലും വിഭാഗത്തിന്റെ വോട്ട് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി പോയി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട.